ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോഴിന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങൾ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ മുടി സംരക്ഷണമാണ് കേട്ടോ. അപ്പോഴേ ഇന്ന് അതൊക്കെയാണ് ഞാൻ വിചാരിച്ചു. ഇന്ന് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ കാണിച്ചു കൊണ്ട് ഇന്ന് നിങ്ങൾക്കും ദേഷ്യം വരത്തില്ലേ? അപ്പോഴേ ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കണമെന്ന്. അയ്യോ, ഇതാരാണോ എന്തോ വലിയൊരു വണ്ടിയിൽ ആൾക്കാർ വന്നു. ഈ ഉദ്യോഗസ്ഥരൊക്കെ ചില സമയത്തൊക്കെ നമ്മുടെ ഇവിടെ വരും കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഗേറ്റും അടച്ചു കൂട്ടിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ കഥ തുറന്ന് കിടക്കുമെങ്കിൽ എന്നോട് വന്ന് വഴിയൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനൊരു വലിയ വണ്ടിയിൽ ആൾക്കാർ വന്ന് ആരാണോ എന്ത്. അപ്പോഴിന്ന് നമുക്ക് മുടി സംരക്ഷണമാണ്. അപ്പോഴൊരു വെറൈറ്റിയൊക്കെ വേണ്ടി നിങ്ങൾക്കും എൻ്റെ മുടി വളരുന്നോ, ഞാൻ എന്താണ് നമ്മുടെ കാർക്കൂന്തൽ വളരാൻ വേണ്ടി ചെയ്യുന്നത്, പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കും അറിയണ്ടേ? അപ്പോഴേ നമ്മുടെ ചേച്ചിമാരൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ട് നമ്മളും ഇത്തിരിയൊക്കെ ടിപ്പുകളൊക്കെ പരീക്ഷിക്കും ഞാനും കേട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ കാർക്കൂന്തൽ ഇങ്ങനെ കിടക്കുമല്ലേ കേട്ടോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കാർക്കൂന്തലിൻ്റെ പരീക്ഷണമാണ് കേട്ടോ കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ ഹിന്ദോയൊക്കെ എടുക്കുന്നത്. വൈകിട്ടാകുമ്പോൾ വളിച്ച മോന്തയാവും. എനിക്കും ദേഷ്യം വരും, കാണുന്ന നിങ്ങൾക്കും ദേഷ്യം വരും കേട്ടോ. എനിക്കോ ദേഷ്യം വരും. വൈകിട്ടൊക്കെ ആകുമ്പോൾ മോന്തയങ്ങ് എന്ന് വെച്ചാൽ ചൂട് സഹിക്കാൻ വയ്യ. അങ്ങനെ വളിച്ച മോന്ത ആർക്കെങ്കിലും ഇഷ്ടമാണോ പിള്ളേർ? ആർക്കും ഇഷ്ടമല്ല വളിച്ച മോന്ത. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോഴും നല്ല കമൻറ്റുകളൊക്കെ തരുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ മുൻപോട്ടുള്ള യാത്രയിലും എല്ലാവരും കൂടെ കാണുമെന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട് ഈ സുഖം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. പിന്നെന്താ വിശേഷങ്ങൾ? ഇന്നലത്തെ നാഗവല്ലി കൊള്ളായിരുന്നു കേട്ടോ. ചുമ്മാതെ ഓരോന്ന് നമ്മളങ്ങ് കാണിച്ചു കൂട്ടും കേട്ടോ. എനിക്ക് ചിരിയെ വന്ന് നമ്മുടെ അണ്ണ അത് കണ്ടിട്ടെ. പുള്ളി ഉണ്ടല്ലോ എൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ കാണാതെ എനിക്കങ്ങ് ചിരി. ഞാനതിന് പതുങ്ങില്ല കണ്ടാൻ ഇല്ല കള്ളിപ്പൂച്ചകളൊക്കെ ഇങ്ങനെ പമ്മി പോകത്തില്ല. അതുമാതിരി ഞാൻ പമ്മി പോയാൽ വീഡിയോ എൻ്റെ കാണുന്നുണ്ടോ? വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇനി വരുമല്ലോ. അപ്പോഴും ഞാൻ എന്തായാലും നമ്മുടെ എൻ്റെ വീടും ക്ലിയർ ആണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ മറ്റേ മൊബൈലിൽ നോക്കും കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ഇന്നാളിലും കണ്ട് വീഡിയോയ്ക്ക് സൗണ്ട് കുറവായിരുന്നു. പിന്നെ ഇൻഷോട്ടെന്ന് തന്നെ കിടന്നു. അതൊക്കെ ഈ വെപ്രാളത്തിന് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. എന്നാൽ 3-4 ദിവസം മുമ്പ് നമ്മുടെ മിനി ചേച്ചി അന്നേരം പറയുകയും ചെയ്യും, നേരത്തെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാം ഇതൊക്കെ ചെയ്തിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് എല്ലാം കറക്റ്റായിട്ട് ചില സമയത്ത് ഒരു ബോധവും ഇല്ല, പൊക്കണമില്ല, വീഡിയോ അങ്ങ് ഇടും കേട്ടോ. അത് വെപ്രാളത്തിന് ചെയ്യുമ്പോൾ അങ്ങ് മറന്നു പോകുന്നതാണ്. എന്തായാലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ കാണുമല്ലേ, സാരമില്ല. അപ്പോഴും നിങ്ങളൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. തെറ്റും കുറ്റങ്ങളും ഒക്കെ കാണും കേട്ടോ. അതൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് മാറ്റങ്ങളൊക്കെ അപ്പോഴും വരുത്തിക്കൂടെ അല്ലേ? അപ്പോഴൊത്തിരി എല്ലാവരോടും ഒത്തിരി നന്ദി. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. രാവിലെ കുളിയും നനയൊന്നും കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ എന്നും കഞ്ഞിവെള്ളമൊക്കെയാണ് തേക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആഴ്ച ഒരിക്കൽ ഞാനും മുട്ട തേക്കുന്നുണ്ട്, മുട്ടയുടെ വെള്ളം തേക്കുന്നുണ്ട്. വേറൊന്നുമില്ല കേട്ടോ. അത് മാത്രം, നാരങ്ങ നീരൊന്നും ഞാൻ ചേർക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മുട്ട തേക്കുന്നത് ആരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുടി പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസം മനസ്സിലാവും. നമുക്ക് മുടി കുറവില്ല. അപ്പോൾ ഞാൻ വെട്ടിയെട്ടുക ചെയ്തതെന്ന് പറഞ്ഞായിരുന്നല്ലോ, മുടിയുടെ തുമ്പ് മുറിച്ച് തന്ന്. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാം. എന്തായാലും എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്രയും മുടി ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്ലിപ്പിടുമ്പം എൻ്റെ ഈ മേളത്തെ മുടി മൊത്തം മുറിഞ്ഞു പോകുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ മേളത്തെ മുടിക്ക് നീളക്കുറവാണ് എനിക്ക്. അപ്പോഴിപ്പം ഞാൻ നോക്കുകയും കണ്ടും സ്ലൈഡ് ക്ലിപ്പിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഊരിയെടുക്കത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതൊക്കെയൊക്കെയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്
ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ എൻ്റെ മുടിക്ക് എന്തായാലും വ്യത്യാസം എനിക്ക് തോന്നുന്നു. അപ്പോഴും മക്കളും പറയുന്നുണ്ട് കേട്ടോ, വ്യത്യാസം. മോൻ മുറിച്ചപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു മുടി കേട്ടോ, പിന്നെ മുടി ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എനിക്കത് നല്ല വ്യത്യാസം വന്നു കേട്ടോ മുടിക്ക്. എനിക്കറിയത്തില്ല, കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോഴെനിക്ക് നമുക്ക് തന്നെ അത് വ്യത്യാസം മനസ്സിലാവും. എന്തായാലും ഞാൻ പരീക്ഷിക്കുക. എന്തായാലും ഒരു മുട്ടയുടെ കേസ് തന്നെ അല്ലേ ചേച്ചി. അപ്പോൾ ഞാൻ പിശിക്കുക എന്ന് പറയുന്നത് എന്താ സുപ്പ് മുട്ട തേക്കാത്ത. ഞാൻ ചുമ്മാ നേരത്തെ പറഞ്ഞാൽ മുട്ടയും തേക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ഒരു 3-4 ആഴ്ച കൊണ്ട് ഓരോ മുട്ട വീതം തേക്കുന്നുണ്ട്. പിന്നെ എണ്ണയാണെങ്കിൽ പിന്നെ ഇതേ ഞങ്ങൾ ചെമ്പരത്തി പൂ വെച്ചേ എണ്ണ കാച്ചി ഞാൻ കേട്ടോ. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ച് ചെമ്പരത്തി പൂ വെച്ച് ഇപ്പോൾ ഞാനും മോളും ഇതാ തേക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് തേച്ചിച്ചിരി നേരമൊക്കെ നിന്നിട്ടാണ് നമ്മൾ മറ്റേ സംഭവം തേക്കുന്നത് കേട്ടോ. അതാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മെഷീന് എണ്ണ ഒഴിക്കുമല്ലോ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചെല്ലും കേട്ടോ. മറ്റേ ആണെങ്കിൽ നമ്മൾ എത്ര വാരി കൊത്തിയാലും അങ്ങോട്ട് കറക്റ്റായിട്ട് എത്തത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തോ ആണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ. എണ്ണയാണെങ്കിലും ഇപ്പോൾ ആ എണ്ണ തന്നെ എടുത്തിട്ട് ഫുള്ള് നമ്മുടെ തലയിൽ ഇങ്ങനെ നന്നായിട്ട് ചെല്ലും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെല്ലത്തില്ല. ചെല്ലും, എൻ്റെ ഒരു ഇതാണ്. ഞാനിതിനകത്താണ് കേട്ടോ എണ്ണയാണേലും ഈ മുട്ടയൊക്കെ അടിച്ചിട്ടാണേലും ഇങ്ങനെ തേക്കുമ്പോൾ ദേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരം ദേ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഫുള്ള് നമുക്ക് എല്ലായിടത്തും ചെല്ലും. അപ്പോൾ കേട്ടോ എണ്ണ ഞാൻ തേച്ചതാണ് നേരത്തെ, അതുകൊണ്ട് എണ്ണ തേക്കുന്നില്ല. ഷാളിട്ടേക്കുന്നതെന്ന് വെച്ചാൽ തുണിക്കകത്ത് നൈറ്റിക്കകത്തൊക്കെ പറ്റി ചിലപ്പം വാടകയെടുക്കും, വീഴത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും വീഴത്തില്ല, നമുക്ക് വേസ്റ്റായി പോകത്തേ ഇല്ല കേട്ടോ. അപ്പോൾ മെഷീനിൽ എണ്ണ ഒഴിക്കുന്ന ഈ സംഭവം വാങ്ങിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഈ ട്രിക്ക് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് മുടി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. മുട്ടയ്ക്ക് ഞാനും ആദ്യമൊക്കെ വിചാരിച്ചു ഈ മുട്ടയ്ക്ക് ഇങ്ങനെ പതപ്പിച്ച് തേക്കുമ്പം വാടയുണ്ടെന്ന് കേട്ടോ. പക്ഷേ ഇല്ല, വാടയൊന്നുമില്ല. പിന്നെ ഞാൻ ഷാമ്പു ഇടാറില്ലല്ലോ. നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക് പിടിക്കുമ്പം തന്നെ. ഞാൻ ഈ കഞ്ഞിവെള്ളമൊക്കെ ഇപ്പം സത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുടി ഒത്തിരി ഒന്നും കിളിച്ചില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ആവട്ടെന്ന് വിചാരിച്ച്, അത്ര ഉള്ളത്തില്ലല്ലോ. പിന്നെ എൻ്റെ മുടിക്കകത്ത് പരീക്ഷിക്കുകയും ചെയ്യാം. മുടി കുറവായതുകൊണ്ട് നമുക്ക് മറ്റേ ഈ ബാത്റൂമിനകത്തൊക്കെ പിന്നെ അങ്ങ് മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് വീഴും. നമുക്കറിയാമല്ലോ, ബാത്റൂമിനകത്ത് മുടി വീഴുമ്പോഴേ നമുക്കറിയാം മുടിക്ക് നന്നായിട്ട് ഈ പൊഴിച്ചിലുണ്ടല്ലോ. പൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. മുടി പിടിക്കുമ്പം തന്നെ നമുക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടും. തീർന്നു കേട്ടോ, ആക്കെയുള്ള മുടി. പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ നമ്മുടെ അണ്ണൻ വന്നപ്പോഴുണ്ടല്ലോ, ഞാൻ കാപ്പിപ്പൊടിയുടെ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് രാവിലെ പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ മുഖത്തൊത്തിരി പിന്നെ കാപ്പിപ്പൊടിയും എല്ലാം കൂടെ തേച്ചുകൊണ്ടിരിക്കുക. എന്തുവാടി കരിങ്കാളി, നീ എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയേക്കും അതോ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞ ഫേഷ്യൽ ചെയ്യുക, എന്തായാലും ഫേഷ്യൽ ചെയ്ത് നീ കിളവിയായിരുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എൻ്റെ കവള് ഒട്ടിയെന്ന് തോന്നില്ല, നേരത്തെ ഇതിലും കവളും ഉണ്ടായിരുന്നു. ഇപ്പം വണ്ണം പോയപ്പോഴേ കവളിന് ഹോട്ടൽ വന്നപ്പോഴേ കിളവിയുടെ കൂട്ടിരിക്കുവാന്ന്. അപ്പോൾ എൻ്റെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം വരും കേട്ടോ. എനിക്ക് കവളൊട്ടുന്ന ഇഷ്ടമല്ല കേട്ടോ. വണ്ണം പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ കവളൊട്ടുന്ന ഇഷ്ടമല്ല. കവളൊട്ടിയത് നമ്മുടെ ഭംഗിയൊക്കെ പോകും കേട്ടോ, എല്ലാവർക്കും അത് തന്നെ. അപ്പോഴത്തേൻ്റെ ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി നേരം ഒന്ന് തേച്ച് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക്. പിന്നെ എല്ലാവരുടെയും പിന്നെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ എന്തായാലും ഒട്ടിപ്പിടിച്ചിരിക്കും മുടി. അതെല്ലാവരുടെയും അതൊക്കെ തന്നെ നല്ല ഉണ്ട്. ഇങ്ങനെ പിക്ക പിടിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഇല്ലായിരുന്നു മുടിക്ക്, സത്യമായിട്ടും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടി ചീകത്തില്ലായിരുന്നു നേരത്തെ. ഇപ്പം പിന്നെ രാവിലെയും വൈകിട്ടും നന്നായിട്ട് മുന്നിലോട്ടും പുറകിലോട്ടും ഈ ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചിമാർ പറയുന്നത്. ഞാൻ മുടി ചീകത്തേ ഇല്ലായിരുന്നു, മുടി ചെയ്യാത്ത ഒരാളായിരുന്നു. വെറുതെ ഇവിടെ ഒന്ന് ആക്കിയിട്ട് അങ്ങ് കെട്ടി വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചീകും മുടി. പക്ഷേ പണ്ട് ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഇത്തിരി എങ്കിലും എനിക്ക് മുടി കിട്ടിയത് കേട്ടോ. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതൊരു പരീക്ഷണം മാത്രം, വിജയിക്കുമോ എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ മുടി എന്നാലും ഒരു സമാധാനമുണ്ട്. ഇത്തിരി ഇല്ല ആയെന്നുണ്ടെങ്കിൽ കാക്ക വിരുന്ന് വിളിക്കുന്നു ഇവിടെ.
മുടി മുട്ടയും തേച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് അടുക്കളയിലെ പണിയൊന്നും ചെയ്യണ്ട, ഇത് മതി കേട്ടോ അല്ലേ. മീൻ കിട്ടി കേട്ടോ, ചുമന്ന മീൻ. ഇത് മുട്ട തേച്ചിട്ട് കരി വയ്ക്കാമെന്ന് വിചാരിച്ചു. എണ്ണ തേച്ചിട്ട് ഞാൻ മുഖത്തൊന്നും എണ്ണയൊന്നും തേക്കത്തില്ല കേട്ടോ, ഇഷ്ടമല്ല. മുഖത്ത് പിന്നെ എന്തേലും ഇപ്പം ഒന്ന് തേക്കും, തൈര് മാത്രമായിട്ടോ, പിന്നെ തൈരിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇതേ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് കണ്ടോ, നല്ല മുടിക്ക് കറുപ്പും വന്നെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നേ കേട്ടോ, എൻ്റെ തോന്നലാന്നേ. ഇങ്ങനെ തേച്ച് നമ്മുടെ മുട്ട വേസ്റ്റായി പോകത്തേ ഇല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം അതുമാതിരി ഒരെണ്ണം എല്ലാവരും വാങ്ങിച്ചാൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ എത്ര ആയാലും പാത്രത്തിനകത്ത് ഇങ്ങനെ കലക്കി വെച്ചിട്ട് നമ്മളെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇവിടെ എല്ലാം കളയും. പക്ഷേ ഇത് നല്ലൊരു ട്രിക്ക് കേട്ടോ. നമ്മുടെ മുടിയിൽ നന്നായിട്ട്, ഞാൻ അങ്ങോട്ടല്ല നോക്കുന്നത് കേട്ടോ, എന്നെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഞാൻ മക്കളെ കാണിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ മാമ, കണ്ട വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ മുടിയെല്ലാം പൊഴിച്ചിലായിരുന്നു. ഞാനെപ്പോഴും അവരെ കാണിക്കുക ഇങ്ങനെ, എന്താ സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ വളച്ച് വയ്ക്കത്തില്ല, അതുമാതിരി കണ്ട കുഞ്ഞു മുടി വന്നത്. അതിൽ ഞാൻ സിന്ദൂരം അവിടെ ഇടുന്നതായതുകൊണ്ട് മുടി പൊഴിയുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓടിക്കണം എൻ്റെ അവിടെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക്. ഒന്ന് നോക്കുന്നു കേട്ടോ. ഞാനേ ഗ്രില്ല് അടച്ചിട്ടേക്കോ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ മീന് കഴിച്ചിട്ട് ഇത്രയൊന്നും കോതണ്ട കേട്ടോ. ഞാൻ പിന്നെ അങ്ങ് നിന്ന് പോരുന്നേ ഉള്ളൂ. മുടി നന്നായിട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് നീളം വെച്ച് കേട്ടോ. ഇത്ര മുടിക്ക് നീളമില്ലായിരുന്നു കണ്ടോ, നീളം വെച്ചിട്ടുണ്ട്. മോൻ മുറിച്ചപ്പോൾ ഇത്രയും നീളമില്ലായിരുന്നു. കണ്ടോ, ഇത്ര നീളമില്ലായിരുന്നു. അമ്മ മുറിച്ചപ്പോൾ 2 ആഴ്ചയായെന്ന് തോന്നുന്നു മുടി മുറിച്ചിട്ട്. നമ്മൾ മുടി മുറിച്ചിട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പരീക്ഷിക്കണം, അന്നേരം നമുക്ക് ആ വ്യത്യാസം മനസ്സിലായി. അല്ലെങ്കിൽ ഇല്ല വാലാക്കോല കിടക്കുന്നതിനകത്ത് പിന്നെ നമ്മൾ വാരി തേച്ചിട്ട് ഒരു നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. അപ്പോഴിനി കുളിച്ചിട്ടൊക്കെ വരട്ടെ. മുടി പൊഴിച്ചിലുണ്ട് കേട്ടോ, മുടി പൊഴിയുന്നു. ഇച്ചിരി നേരം നിൽക്കാം കേട്ടോ, ഇച്ചിരി നേരം നിന്നിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നു. വേണ്ട ഇപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചാൽ ഉണ്ട്. ഇനി കുളിച്ചിട്ടൊക്കെ വരട്ടെ, ഞാൻ ഇച്ചിരി നേരം നിൽക്കണമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, കാർക്കൂന്തലൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞ്. ഷാമ്പൂ ഇത്ര വയ്ക്കത്തില്ല കേട്ടോ, ഷാമ്പൂ ഇടാതെ വെറുതെ എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ കാർക്കൂന്തൽ കണ്ടോ, എന്താ സുഖമെന്നറിയാവോ. നമ്മളിങ്ങനൊക്കെ നമ്മുടെ മുടിക്കകത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോഴേ ഒരു നല്ലൊരു ഇതാട്ടോ. അപ്പോഴ് കണ്ട നമ്മുടെ കാർക്കൂന്തൽ. പിന്നെ എൻ്റെ മോൻ പറയുന്നിട്ട് വിളക്കുമുറിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കാർക്കൂന്തൽ. എന്നെ കളിയാക്കുന്നതാ എൻ്റെ മോൻ കേട്ടോ. ഞാൻ പറയടാ, ഞാൻ വളർത്തി കാണിക്കുവാടാ, നോക്കിക്കോടാ, എൻ്റെ മുടി വളർത്തി കാണിക്കുവാടോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് സ്വയം സമാധാനിക്കും ഇവിടെ കേട്ടോ. അപ്പോഴേ ഇന്നിതൊക്കെ മതി, ഒത്തിരി ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങ് ഇത്തിരി നേരം ഒന്ന് കെട്ടി വെച്ചേക്കട്ടെ, എന്ന് വെച്ചാൽ ആരും കാണണ്ട നമ്മുടെ കാർക്കൂന്തൽ കേട്ടോ. അവിടെ പൊട്ടൊന്നും ഇട്ടില്ല, ഞാൻ കുളിച്ച പാടായി വീട്ടിൽ വന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുടിയില്ലാത്ത ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഇങ്ങനെയൊക്കെ ഓരോ മുട്ടയൊക്കെ അടിച്ചങ്ങ് തേക്കണം. മുട്ട പൊരിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്നതല്ലേ, കട്ടെടുത്ത് ഓരോന്നങ്ങ്
തേക്കണം കേട്ടോ. ഇവിടെ മക്കൾ പറയുന്നത് പപ്പ വാങ്ങിച്ചുകൊണ്ട് വരുന്ന മുട്ടയെല്ലാം തല്ലി പൊട്ടിച്ച് അമ്മ തലയെ തേക്കുക, എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്തുവോ ഇങ്ങനെയൊക്കെ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കണം കേട്ടോ. അപ്പോഴേ ഇനി ഞാൻ വിളക്കുമുറിയിലൊന്നും കയറി പ്രാർത്ഥിച്ചൊന്നുമില്ല കേട്ടോ. നേരെ കുളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നല്ല വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ.